والروح والريحان يا دائم الترتيل للذكر والتنزيل. റൂഹി ഫിദാക്ക 2K24 തർത്തിൽ വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1499 ജന്മദിനാഘോഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ നടത്തപ്പെട്ടു. മടവൂർ മഹല്ല് ജമാഅത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തർത്തിൽ ഖുർആൻ ലേണിംഗ് സ്കൂളിന്റെ 1ാം വാർഷികം ഈ വരുന്ന ഒക്ടോബർ മാസം നടത്തുമെന്ന് ഉസ്താദ് ആഫിർ അബൂബക്കർ അമ്പലക്കണ്ടി. ഒരുപാട് ഓർമ്മകളും അനുഭവങ്ങളും സമ്മാനിച്ച തർത്തിൽ രിഹ്ല 2K24 ശ്രദ്ധേയമായി. തർത്തിൽ ഖുർആൻ സ്കൂൾ ഒരുക്കിയ ജവാബ് പോലോ വിജയികൾ നവംബർ ആദ്യവാരം അജ്മീറിലേക്ക് പറക്കും. വാർത്തകൾ വിശദമായി. والروح والريحان يا دائم الترتيل للذكر والتنزيل. പ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളോടുകൂടെ നടത്തപ്പെട്ടു. മടവൂർ CM മക്കാം മഹല്ല് ജമാഅത്തിന്റെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട നബിദിന ഘോഷയാത്ര വർണ്ണാഭമായി. ജാമിയ അഷ്യേരിയ, CM മെമ്മോറിയൽ, ഇഫ്ലു കോളേജ്, നുസ്രത്തുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസ, തർത്തിൽ ഖുർആൻ ലേണിംഗ് സ്കൂൾ വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്ന് നടത്തിയ നബിദിന റാലി വ്യത്യസ്തവും ആകർഷണീയവുമായ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി. കൂടുതൽ വിവരങ്ങളുമായി സലീം നമ്മോടൊപ്പം ചേരുന്നു. സലീം, കേൾക്കാമോ? അതെ ഫിറോസ്, കേൾക്കാം. നമ്മളുടെ CM മക്കാം മഹല്ല് ജമാഅത്തിന്റെ കീഴിൽ നടന്നു വരുന്ന നബിദിന റാലിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. വളരെ മനോഹരമായ നബിദിന റാലി ആയിരുന്നു. വർഷത്തിൽ നടന്നു വരുന്ന നബിദിന റാലി ആണെങ്കിലും വളരെ മനോഹരമായ നബിദിന റാലിയാണ് ഈ വർഷം നടന്നത്. അറബി കോളേജിന്റെയും നുസ്രത്തുൽ ഹുദ മദ്രസയുടെയും ഈ തർത്തിൽ ഖുർആൻ കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ വളരെ മനോഹരമായ റാലിയാണ് ഈ വർഷം നടന്നത്. ഫിറോസ്, പ്രത്യേകിച്ച് നമ്മളുടെ തർത്തിൽ വിദ്യാർത്ഥികളുടെ, മുതിർന്ന കുട്ടികളുടെയും അതേപോലെ ഇവിടെ ഹിഫ്ള് പഠിക്കുന്ന കുട്ടികളുടെയും അതിമനോഹരമായ അറബനമുട്ട് ദഫ് പ്രോഗ്രാം എല്ലാം ഉണ്ടായിരുന്നു. വളരെ മനോഹരമായിരുന്നു, പുതുമയാർന്ന പരിപാടിയായിരുന്നു. നമ്മുടെ CM മക്കാം ജുമാ മസ്ജിദിലെ ഹത്തീബ് അൽ ഹാഫിൽ അബൂബക്കർ ഫൈസി നമ്മോടൊപ്പമുണ്ട്. അവരോട് തന്നെ നമുക്ക് ഇതിനെക്കുറിച്ച് ചോദിക്കാം. മാഷാ അല്ലാ, വളരെ മനോഹരമായ നബിദിന ഘോഷയാത്രയിൽ പങ്കെടുത്ത് സന്തോഷത്തിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. ഏറ്റവും പ്രധാനമായി നമ്മുടെ തർത്തിൽ വിദ്യാർത്ഥികളുടെ ദഫ് ഷോ എന്തുകൊണ്ട് മനോഹരമായിരുന്നു. മടവൂരും പരിസരമൊക്കെ ഒന്നടങ്കം ആസ്വദിച്ച ഇമ്പമാർന്ന ഒരു ദഫ് ഷോ ആണ് നമ്മുടെ തർത്തിൽ വിദ്യാർത്ഥികളുടെ കാഴ്ചവെച്ചത്. ഹിഫ്ലോളജിയിലെ വിദ്യാർത്ഥികളുടെ ഫ്ലവർ ഷോ, അതുപോലെ നമ്മുടെ മദ്രസ വിദ്യാർത്ഥികളുടെ ദഫ് ഷോ ഒക്കെ എന്തുകൊണ്ടും ഗംഭീരമായിരുന്നു. അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരും മുതിർന്നവരും പ്രായമുള്ള ആളുകൾ പോലും ഈ ദഫ് ഷോ കണ്ട് വളരെ സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ, ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ പരിപാടികളൊക്കെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കാഴ്ചവെക്കാൻ അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കും. കൂടുതൽ വിവരങ്ങളുമായി മടവൂർ CM മക്കാം മഹലിൻ്റെ പ്രസിഡന്റ് മുത്താട്ട് അബ്ദുറഹിമാൻ മാസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. അബ്ദുറഹിമാൻ മാസ്റ്റർ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ നബിദിന റാലി, പ്രത്യേകിച്ച് തർത്തിൽ വിദ്യാർത്ഥികളുടെ ദഫ് പ്രോഗ്രാം, മറ്റുള്ള പരിപാടികളെല്ലാം? ഇന്നത്തെ നബിദിന ഘോഷയാത്ര എന്തുകൊണ്ടും ഇമ്പമാർന്നതും എടുത്തു പറയാൻ പറ്റുന്നതുമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഹിഫ്ള് വിദ്യാർത്ഥികളുടെയും തർത്തിൽ വിദ്യാർത്ഥികളുടെയും ആകർഷണീയമായ ദഫ് പ്രോഗ്രാമും അതേപോലെ അവരുടെ വേഷവിധാനങ്ങളും എല്ലാവരാലും പ്രശംസിക്കപ്പെടുകയും
ആദരിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം നേതൃത്വം കൊടുത്ത നമ്മുടെ ഹാഫിദ് അബൂബക്കർ ഫൈസിയെ, നമ്മുടെ ഇമാം മക്കാം മസ്ജിദ് ഇമാം ഹാഫിദ് അബൂബക്കർ ഫൈസിയെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ മക്കാം ഷെരീഫിന് കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്ന ജാമിയ ഷരിയ ഇസ്ലാമിക് ആർട്സ് കോളേജ് വിദ്യാർത്ഥികളും നുസ്രത്തുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിലെ വിദ്യാർത്ഥികളും ഉസ്താദുമാരും മറ്റ് നാട്ടുകാരും ഭാരവാഹികളും എല്ലാവരും ഒന്നിച്ചണി ചേർന്ന ഒരു മഹത്തായ ഘോഷയാത്രയായിരുന്നു ഇന്ന് നടന്നു വന്നത്. ഇതിന് അത്യുദ്ധാനം ചെയ്ത ഉസ്താദുമാരെയും കമ്മിറ്റിയിലെ മറ്റ് ഭാരവാഹികളെയും പ്രത്യേകിച്ച് തർത്തിൽ വിദ്യാർത്ഥികളെയും മറ്റെല്ലാവരെയും അഭിനന്ദിക്കുവാൻ ഞാൻ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന് ഇഷ്ടപ്പെട്ട രൂപത്തിലാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. മടവൂർ CMക്കാം മഹലിൻ്റെ ജനറൽ സെക്രട്ടറി നമ്മളോട് ചേരുന്നുണ്ട്, KM മുഹമ്മദ് മാസ്റ്റർ. അദ്ദേഹത്തോടെ തന്നെ നമുക്ക് ഇന്ന് നടന്ന റാലിയെക്കുറിച്ചും തർത്തീൽ വിദ്യാർത്ഥികളുടെ പ്രകടനത്തെക്കുറിച്ചും ദഫ് പ്രോഗ്രാമിനെ കുറിച്ചും ഒക്കെ ചോദിക്കാം. എന്താണ് KM മാഷ അഭിപ്രായം? ഇന്നത്തെ റാലി മുൻ വർഷത്തെ റാലികളെ അപേക്ഷിച്ച് എന്താ പറയുക, വളരെ എല്ലാവരും വളരെ പ്രശംസിക്കപ്പെടുന്ന രീതിയിൽ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിച്ചു. നമ്മളൊന്ന് രാവിലെ തന്നെ കൃത്യം നമ്മുടെ സമയത്ത് തുടങ്ങാൻ സാധിച്ചു. അതിൽ സാധാരണ ഉണ്ടാവുന്നതിൽ വ്യത്യസ്തമായിട്ട് ഈ വർഷം നമ്മളെ തർത്തീൽ വിദ്യാർത്ഥികളുടെ ദഫ് പ്രോഗ്രാം, അത് റാലിയിലുടനീളം ഒരുപാട് ആളുകൾ നമ്മളെ റാലിയെ സ്വീകരിക്കാനും അതിന് അഭിവാദ്യം അർപ്പിക്കാനും വേണ്ടി വഴിയോരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ പ്രശംസ പിടിച്ചു പറ്റി എന്നതിലപ്പുറം നമ്മളത് കഴിഞ്ഞ് നമ്മുടെ മക്കാമിൻ്റെ മുൻവശത്തെത്തിയപ്പോൾ എല്ലാവരും വളരെ എന്താ പറയുക, അത്രമാത്രം താല്പര്യത്തോടു കൂടിയാണ് ഈ തർത്തീൽ വിദ്യാർത്ഥികളുടെ ഈ തവണത്തെ ദഫ് പ്രോഗ്രാമിനെ കണ്ടത്. വളരെ ഈ വർഷം നമുക്ക് നമ്മുടെ ഈ ഘോഷയാത്ര ശ്രദ്ധേയമാക്കിയത് മറ്റുള്ളതിനോടൊപ്പം ഈ പുതുതായി നമ്മൾ ഈ വർഷം മുതൽ കാഴ്ചവെച്ച തർത്തീൽ വിദ്യാർത്ഥികളുടെ ഈ ദഫ് പ്രോഗ്രാമാണ്. വളരെ സന്തോഷമുണ്ട്. എല്ലാം കൊണ്ടും എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റാൻ നമുക്ക് ഈ വർഷത്തെ ഈ നമ്മുടെ നബിദിന സന്ദേശ യാത്രയിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിന് നേതൃത്വം നൽകിയ നമ്മുടെ എല്ലാവരെയും, പ്രത്യേകിച്ച് നമ്മുടെ ഇമാം കൂടിയായ ഹാഫിദ് അബൂബക്കർ ഫൈസി പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം അത്രമാത്രം ഇന്ന് ഈ തർത്തീൽ വിദ്യാർത്ഥികളുടെ പരിപാടി അത്രമാത്രം എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. ഇതിൻ്റെയൊക്കെ കൂടെ നിൽക്കുന്ന ആൾ എന്ന നിലക്ക് വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു പരിപാടിയാണ് ഇന്ന് നടന്ന നമ്മുടെ ഘോഷയാത്രയും അതോടനുബന്ധിച്ചുള്ള പരിപാടികളും. നന്ദി KM മുഹമ്മദ് മാസ്റ്റർ. തർത്തീൽ എന്ന് പറയുന്ന ഈ സംവിധാനത്തിൽ ഇവരെല്ലാവരെയും ഉസ്താദിൻ്റെ, അതായത് ബഹുമാനപ്പെട്ട അബൂബക്കർ ഫൈസിയുടെ നേതൃത്വത്തിലായിക്കൊണ്ട് ഇവരെ വളർത്തിയെടുക്കുന്നത് ദീനിൻ്റെ ചട്ടക്കൂട്ടിൽ അവരെ എന്നും നിലനിർത്താനുള്ള ഒരു പ്രചോദനമായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. കാരണം ഇപ്പോൾ മദ്രസാ തലം കഴിഞ്ഞാൽ അതൊരു മാമൂലിന് വേണ്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. മദ്രസാ തലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മതപരമായ പഠന മേഖലയിൽ നിന്ന് കുട്ടികളൊക്കെ മാറിപ്പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന് ഇവരെയൊക്കെ ഈ ചട്ടക്കൂട്ടിലേക്ക് ഇമാം ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നത് ഭാവിയിൽ ഇതിൽ തന്നെ നിലയുറപ്പിക്കാൻ ഉപകാരപ്രദമാവും എന്നും കൂടി ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. റാലിയിൽ പങ്കെടുത്ത നാട്ടുകാരനായ ഒരാളോട് ഉണ്ട്, അദ്ദേഹത്തോട് നമ്മൾ ചോദിക്കാം. എന്താ പേര്? എൻ്റെ പേര് മുഹമ്മദ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് എന്നാണ്. എന്താണ് അഭിപ്രായം? നല്ല ഇങ്ങനെ ഒരു പരിപാടി അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം ഈ ഇമാമിനെ നമ്മൾ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുന്നു. ഇങ്ങനെയും CM മക്കാമിൻ്റെ ഈ കീഴിൽ ഇങ്ങനെയൊരു പരിപാടി നടത്താനുള്ള ഊർജം തന്നെ ഈ മഹാനായ വ്യക്തി ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്രയും നല്ല അൽഹംദുലില്ലാ, അള്ളാഹ് ഹൈറാക്കട്ടെ. എല്ലാവരും വളരെ ഉഷാറായിട്ട് ആൾക്കാർക്ക് നല്ല കാഴ്ചക്കാരായിട്ട് നിങ്ങൾ നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇനിയും ഇതുപോലെ ഉള്ള ഈ പരിപാടി നടത്താനുള്ള ഇത് നിങ്ങൾക്ക് തരട്ടെ എന്ന് തർത്തീൽ വിദ്യാർത്ഥികളുടെ ദഫിന് നേതൃത്വം കൊടുത്ത
അതിന്റെ ക്യാപ്റ്റൻ കൂടിയായ ഷാനവാസ് ഖാൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷാനവാസ് ഖാൻ, എന്താണ് അഭിപ്രായം? ഞാൻ പ്രധാനമായും ഞാനൊരു പ്രവാസിയാണ്. ഇപ്പോൾ ലീവിന് ഇവിടെ വന്ന സമയത്താണ് ഇങ്ങനെ ഇവിടെ നമ്മുടെ മഹല്ല് മുദരിസിൻ്റെ നേതൃത്വത്തിൽ പിന്നെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറയുന്നതും അതിൽ പങ്കാളിയാകാൻ തീരുമാനിച്ചതും പങ്കാളിയായപ്പോഴാണ് അതിൻ്റെ പിന്നെ ഗൗരവം, അതിൻ്റെ ഭംഗിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതിഗംഭീരമായ പരിപാടിയാണ്. ഇതിൻ്റെ മുമ്പ് ഇത്രയും വർഷം ഇവിടെ മക്കാം വന്നിട്ട് 10-35 വർഷമായെങ്കിലും ഇതേപോലെ ഒരു പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മളൊക്കെ മദ്രസ പഠനം കഴിഞ്ഞതിന് ശേഷം ഇതേപോലുള്ള മേഖലകളിലൊന്നും നമുക്ക് പ്രവർത്തിക്കാനോ പരിചയപ്പെടാനോ കഴിഞ്ഞിട്ടില്ല. അതിനൊക്കെ വളരെ ഭംഗിയായി പങ്കെടുക്കാനും അതിഗംഭീരമായിട്ട് ജനങ്ങളുടെ കാഴ്ച മൊത്തം നമ്മളെ പിന്നെ ഈ പ്രകടനത്തിൽ നമ്മളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അൽഹംദുലില്ലാ വളരെ വലിയ സന്തോഷം. ഈ വെക്കേഷനിൽ ഇവിടെ വന്ന സമയത്ത് ഇതുപോലുള്ളൊരു പരിപാടി പങ്കെടുക്കാൻ പറ്റിയതിലും ഇതുപോലുള്ള ഉസ്താദിൻ്റെ കീഴിൽ ഈ ദഫ് പ്രാക്ടീസ് ചെയ്ത് കുറഞ്ഞ ദിവസം കൊണ്ട് തന്നെ അതിഗംഭീരമായൊരു ദഫ് പ്രോഗ്രാം പങ്കെടുക്കാൻ കഴിയുന്നതും വളരെ അധികം സന്തോഷിക്കുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഫിറോസ് ഖാൻ, നമ്മുടെ ദഫിൽ പങ്കാളിയായ മുഹമ്മദ് അലി നമ്മുടെ കൂടെയുണ്ട്. മുഹമ്മദ് അലിയോട് നമുക്കൊരു അഭിപ്രായം ചോദിക്കാം. മുഹമ്മദ് അലി, എന്താണ് അഭിപ്രായം? വളരെ നല്ലൊരു അഭിപ്രായമാണ് പറയാനുള്ളത്. കാരണം മറ്റുള്ള 2-3 ടീം നമ്മൾ പറഞ്ഞത് നിങ്ങളിത് കാഴ്ചവെച്ച് നല്ലൊരു പരിപാടിയായിരുന്നു. ഞങ്ങൾ പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത കുറച്ച് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ക്ഷണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ പറയുക, അടുത്ത വർഷം നമ്മളൊന്നുകൂടി ഉഷാറാക്കിയിട്ട് നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകും. അതിന് ഉസ്താദിൻ്റെ കീഴിൽ നല്ലൊരു ദശ നമ്മളൊന്ന് വളർത്തിയെടുക്കുന്നതായിരിക്കും. അതിനെല്ലാവരും പ്രത്യേകം ദുആ ചെയ്യുന്നു. ഫിറോസ്, ഇവിടെ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മനോഹരമായ അഭിപ്രായങ്ങളാണ്. വളരെ നല്ല പരിപാടിയാണെന്നാണ് നാട്ടുകാരും ദഫ് സംഘത്തിൽ ഉൾപ്പെട്ട പ്രവർത്തകരും എല്ലാവരും പറയുന്നത്. നമ്മുടെ നാട്ടിലെ CM മക്കാം മഹലിലെ കുറച്ച് യുവാക്കൾ ഇവിടെയുണ്ട്. നമുക്ക് അവരോട് ഇന്ന് നടന്ന പരിപാടിയെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാം. ഹലോ, എന്താ പേര്? ഇന്ന് നടന്ന നബിദിന റാലിയെക്കുറിച്ചും തർത്തീൽ വിദ്യാർത്ഥികളുടെ ദഫ് ഷോയെക്കുറിച്ചും എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വളരെ ഭംഗിയുള്ളതായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷത്തേക്കാളും ഉഷാറായിരിക്കുന്നത് ഫസ്റ്റ്. പിന്നെ സ്ഥാനോട് ഞങ്ങൾ പറയാനുള്ളത് അടുത്ത പ്രാവശ്യം ഞങ്ങൾക്കും കൂടി ഒരു അവസരം തരണം. എന്താണ് അഭിപ്രായം? ഉഷാറായിരുന്നു പരിപാടി, ഉഷാറായിരുന്നു. ക്യാമറാമാൻ അഫിൽ സാലി ഉസ്താദിനോടൊപ്പം സലീം PU, മടവൂർ. വിവരങ്ങൾ നൽകിയത് സലീമാണ്. മടവൂരിൽ നിന്ന് ഘോഷയാത്ര നടന്ന സ്ഥലത്തു നിന്നും സലീമാണ് വിവരങ്ങൾ നൽകിയത്. والروح والريحان يا دائم الترتيل للذكر والتنزيل.